മീറ്റ് റോബിൻ രാധാകൃഷ്ണൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അബിൽദേവും ലക്ഷ്മിയും ഞാനും കൂടെ പ്രസ് മീറ്റൊക്കെ നടത്തി നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് BJPന്റെ സപ്പോർട്ട് കൊടുത്തിരുന്ന കുറച്ച് കഥകളാണ്. സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ ജാതി സ്പിരിറ്റ് ഭയങ്കര കൂടുതലാണ്, മനസ്സിലായില്ല. അത് മാത്രമല്ല ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതിലും കുറച്ച് എന്തുണ്ട്, പുള്ളിയുടെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ഒരു സംഭവം ചെയ്യുന്നത്. റോബിൻ ഇത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ കോൾ റെക്കോർഡിംഗ് ഞാൻ അയച്ചുതരാം റോബിന്. ബ്രോ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്ക് സിറ്റുവേഷൻ അറിയാം, പിന്നെ എൻ്റെ അവസ്ഥാനോട് ചോദിക്കുന്ന അറിയാമല്ലോ. പിന്നെ ഞാൻ ഇന്നത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് ശ്രമിച്ചത്. അപ്പോൾ ഒരു ഫ്രൈഡേ ആവുമ്പോൾ കിട്ടത്തുള്ളൂ. ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചക്കരയല്ലേ, പ്ലീസ് ചക്കരക്കുട്ടല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. പിന്നെ റോബിന്റെ അന്വേഷണം ചെന്ന് നിന്നത് റോബിൻ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന GG ഹോസ്പിറ്റൽ. അവിടെയുള്ള ആൾക്കാർക്ക് എന്താണ് റോബിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നൈറ്റ് നിൽക്കുന്ന സിസ്റ്റേഴ്സിന് എല്ലാം ഭയങ്കര പണിയാണ്. കാരണം എമർജൻസിയിലും ആ ഏരിയയിലെല്ലാം ഇയാളൊരു സ്റ്റിക്കും കൊണ്ടുവന്ന സിസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ടാണ് ഈ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അങ്ങനെ കുറെ ശല്യം ഇയാളെ കൊണ്ടുണ്ടായിരുന്നു. പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറയുന്ന സീനിനെ കുറിച്ച് വല്ല ക്ലാരിറ്റി ഉണ്ടോ? ഈ പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറയാൻ ചേട്ടാ, പൊതുവെ ഇയാളുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇയാളോട് എല്ലാ പെമ്പിള്ളേർക്കും പ്രേമം തോന്നും എന്നുള്ളതാണ്. ആ പെമ്പിള്ളേർ ആര് മോശമാണെന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാം ഇയാളായിരിക്കും മോശം. അത് വെച്ചിട്ടായിരിക്കണം ആ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊതുവെ ഇയാൾ ഡോക്ടേഴ്സിനെ കളിക്കാറില്ല, നഴ്സുമാരടുത്താണ് ഹോസ്പിറ്റലിൽ കളി മൊത്തം. റോബിനെ സ്കാം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഒരു അബിൽദേവിനകത്തുനിന്ന് മാത്രം നിൽക്കുന്നതല്ല. അതിന് കണക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചുതരാം. ആ വീഡിയോനകത്ത് ഉണ്ടായിരുന്നത് ഗുഡ്വിൽ എന്റർടൈൻസിന്റെ ജോബി ജോർജ്. ലിസ്റ്റ് ഗോസ് ഓൺ. ഗൂഗിളും ഗോപാലനകത്ത് പെട്ടിട്ടുണ്ട്, ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രവീൺ പെട്ടിട്ടുണ്ട്, കൊല്ലത്തുള്ള ഒരു അബ്കാരി പെട്ടിട്ടുണ്ട്, വേറൊരു പ്ലാന്റർ പെട്ടിട്ടുണ്ട്. The scam accusation is close to 3.5 crore rupees. You all might be wondering why am I calling it a scam? Answer is very simple. Every time ഈ പൈസ മേടിക്കുന്ന സമയത്ത് റോബിന് പുതിയ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. 2 കയ്യിൽ വാച്ച് കിട്ടിയൊരു പ്രൊജക്ട്, ലോകേഷ് കനകരാജിന്റെ ഒരു പ്രൊജക്ട്, അതെല്ലാം പോയിട്ട് BBയിലോട്ട് തിരിച്ച് എൻട്രി എന്ന് പറയുന്നു. ലൂസിഫറിനകത്തൊരു ക്യാമിയോ വരെ പറഞ്ഞിരുന്നു. ഇനിയൊരു മടക്കമില്ലെങ്കിൽ ഒന്ന് കുമ്പസാരിച്ച് കേട്ടുപോ. ചെയ്തു കൂട്ടിയ ഉടായ്പകൾ ഒരുപാടുണ്ട് ഫാദർ. കുമ്പസാരിക്കാൻ നിന്നാൽ ഈ യുഗം പോരാതെ. റോബിൻ ചേട്ടന്റെ ക്യാമിയോ പൊളിച്ചു. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ.